98% ആൾക്കാർക്കും അവരുടെ റിയാലിറ്റി നേടിയെടുക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കുവാണ്. ദേ ആർ ഓൾവേസ് ആക്ഷൻ ഓറിയന്റഡ്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലപ്പോഴും നമ്മൾക്ക് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ലക്ഷ്യമിട്ടു, നമ്മളത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ഇൻക്രീസ് ചെയ്യും, നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടും, നമ്മൾ പക്ഷെ ഫെയിൽ ആവും. അതല്ല, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുവാണെങ്കിൽ തന്നെ നമ്മൾ കൊടുത്ത ഒരു എഫേർട്ടിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇവിടെയാണ് റൂൾ നമ്പർ 1 വരുന്നത്. ഓൾ ഇസ് മൈൻഡ്. ഓൾ ഇസ് മൈൻഡ് എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഇഫക്റ്റ് ആണ്. എല്ലാ ആക്ഷനും എല്ലാ ഇഫക്റ്റും ഉണ്ടാകുന്നത് ഒരു കോസിലൂടെയാണ്. ആ കോസ് ആണ് നമ്മുടെ മൈൻഡ്. കോസ് ആൻഡ് ഇഫക്റ്റ് എന്നാണ് ഈ ഒരു ലോനെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോ ഒരു ആക്ഷൻ എടുത്തു, നമ്മൾ ആക്ഷൻ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിയിലോട്ട് നമുക്ക് എത്താൻ കഴിയുന്നില്ല. നമ്മളപ്പോ ആ ആക്ഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റ് ആണ്. അപ്പൊ ആ ഇഫക്റ്റിനെ നമ്മൾ ചുമ്മാ മാറ്റാൻ നോക്കിക്കൊണ്ടിരുന്ന അതൊരു സെൻസും ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. നമ്മൾ ആ കോസിനെയാണ് നമ്മൾ ശരിക്കും ഓൾട്ടർ ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് നമ്മുടെ തലയിൽ നമ്മൾ ചിന്തിക്കുന്നത്, എന്ത് തോട്ട്സ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ഇമോഷൻ കൺവിക്ഷൻ എങ്ങനെയാണ്, നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയെ പറ്റിയുള്ള നമ്മുടെ ഫീലിങ്സ് എങ്ങനെയാണ്, ആ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ നമ്മുടെ മൈൻഡിൽ വെച്ചാൽ മാത്രമേ ആ ഒരു ഇഫക്റ്റ് പ്രോപ്പറായിട്ട് വരൂ. കോസ് ആണ് അപ്പൊ ഇവിടെ മെയിൻ. എല്ലാ ഇലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരും ആദ്യം ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് ഇതാണ്. അവരവരുടെ മൈൻഡിൽ ആ ബ്ലൂ പ്രിന്റ് അവർ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യും. ഇപ്പൊ അതിന് വേണ്ട ബിലീഫ്സ് എന്താണ്, ഐഡന്റിറ്റി എന്താണ്, തോട്ട്സ് എന്താണ്, ഇമോഷൻസ് എന്താണ്, ഇതെല്ലാം അവരവരുടെ മൈൻഡിൽ ആദ്യം ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ ആക്ഷനിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവരുടെ ആക്ഷൻ കറക്റ്റ് ആവും. കാരണം കോസ് കറക്റ്റ് ആണെങ്കിൽ ഫ്രീക്വൻസി കറക്റ്റ് ആവും. ഫ്രീക്വൻസി കറക്റ്റ് ആണെങ്കിൽ നമുക്കനുസരിച്ചുള്ള ഡിസൈർഡ് റിയാലിറ്റിയിലോട്ട് എത്താനുള്ള ആക്ഷൻ നമ്മൾ ചെയ്യും. നമ്മൾ എടുക്കുന്ന ആക്ഷൻ അതിനനുസരിച്ചായിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളിപ്പോ ഫിയറിൽ നിന്നാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫിയറിനനുസരിച്ചുള്ള ആക്ഷനാണ് എടുക്കുന്നത്. നമ്മുടെ തല ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഈ ഒരു മൈൻഡ് ഹെല്ലാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഫുൾ ഡെവിലിഷ് ആയിരിക്കും. അതേസമയം ഈ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഹെവൻലി ആണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏഞ്ചൽസും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. സോ അതാണ് ഫസ്റ്റ് റൂൾ. അപ്പോ സെക്കൻഡ് റൂൾ എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ്സ്റ്റ് ഫ്രീക്വൻസി വിൻസ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രീക്വൻസി ഉണ്ട്. നമ്മൾ എപ്പോഴും ആ ഒരു ഫ്രീക്വൻസിയിൽ തന്നെ നിൽക്കാൻ എപ്പോഴും ആ ഒരു ടെൻഡൻസി കാണിക്കും. അതായത് ഇതൊരു കംഫർട്ട് സോൺ പോലെയാണ്, നമുക്കൊരിക്കലും അതിൽ നിന്ന് മാറാൻ തോന്നില്ല. എന്താണ് ഫ്രീക്വൻസി ഉണ്ടാവുന്നത് ഇമോഷണൽ കൂടെയാണ്. പലവർക്കും പല ഇമോഷനാണ്, അതുകൊണ്ട് തന്നെ പലവർക്കും പല ഫ്രീക്വൻസിയാണ്. അതായത് ഇമോഷൻ ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. അപ്പോൾ ഇമോഷനാണ് ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സോഴ്സ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സിമിലർ ഫ്രീക്വൻസി ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഈ ഒരു ഭാഗം വരെ എത്താൻ പറ്റില്ല. അതിലൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, അതായത് അതേ സിമിലർ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. പക്ഷേ ഇതിനൊക്കെ ഒരു കോൺസിക്വൻസ് ഉണ്ട്. ഇതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത് ഒരു 3 ഡയമെൻഷണൽ വേൾഡിലാണ്. അതായത് ഇവിടെയുള്ള എല്ലാം ഒരു ഇല്യൂഷനാണ്. അതായത് ഇവിടെ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഇമോഷൻസ് എല്ലാം ഒരു ഇല്യൂഷനാണ്. ചില റിലീജിയസ് സ്ക്രിപ്ചേഴ്സിലുണ്ട്, ഞാനിപ്പോൾ ഹിന്ദു സ്ക്രിപ്ചറാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് മറ്റ് സ്ക്രിപ്ചേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഹിന്ദു സ്ക്രിപ്ചറിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ ലോകം ഒരു മായയാണ്. അതായത് ഈ ലോകം ഒരു ഇല്യൂഷനാണ്. അതായത് ഇവിടെ നമുക്കുണ്ടാകുന്ന ഇമോഷൻസ് ഒന്നും റിയൽ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഇമോഷൻസ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സൊല്യൂഷൻ, നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു ഇല്യൂഷനാണ്. അതായത് ഈ ഇല്യൂഷനിൽ നടക്കുന്ന ഇമോഷൻസ് ഒന്നും നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ജസ്റ്റ് നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കുക, ഇതെല്ലാം ഒരു ഇല്യൂഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി നീഡ് ടു സ്പൈക്ക് ദ ഇമോഷൻസ് ദാറ്റ് വി നീഡ് ടു ബി ഇൻ അവർ ഡിസൈഡ് റിയാലിറ്റി. അതായത് നമുക്ക് എന്ത് റിയാലിറ്റി ആണോ വേണ്ടത് അതുപോലുള്ള ഇമോഷൻസ് മാത്രം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക. ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് പല പല ചാലഞ്ചസ് ഉണ്ടായിരിക്കും. പക്ഷെ ആ ചാലഞ്ചസിൽ ഉള്ള നെഗറ്റീവ് നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് എടുക്കാതെ അതിലുള്ള പോസിറ്റീവ് ഇമോഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ ഒരു ഗെയിം ആയിട്ട് എടുക്കണം. ഒരു ചാലഞ്ചോ ഒരു ബാറ്റിൽ ആയിട്ട് എടുക്കാതെ ഇതൊരു ഗെയിം ആയിട്ട് എടുക്കണം.
നമുക്ക് ഇത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആക്കി മാറ്റണം. അതായത് ഈ ഇങ്ങനത്തെ ഇമോഷൻസ് മാറ്റി നമ്മൾ നമുക്ക് വേണ്ട ഇമോഷൻസ് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മളൊരു എന്താ പറയുക ഒരു ടാലന്റ് ആക്കി മാറ്റണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്ട്രോങ്സ്റ്റ് ഫ്രീക്വൻസി വിൻസ്. റൂൾ നമ്പർ 3, എവറി റൂൾ ഇസ് എ റൂൾ. ഈ റൂൾ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റൂളും നമ്മുടെ ഇപ്പൊ ഈ സൊസൈറ്റിയിൽ പല റൂൾസും സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്യുന്ന റൂൾസ് എന്ന് പറയുന്നത് ഒന്നും ട്രൂത്ത് അല്ല, എല്ലാം ഐഡിയാസ് ആണ്. ആ ഒരു പെർസെപ്ഷനിലൂടെയാണ് നമ്മൾ റൂൾസിനെ കാണേണ്ടത്. പലരുടെയും ഐഡിയാസ് ആണ് ഇന്നത്തെ സൊസൈറ്റിയിൽ റൂൾസ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിയിലോട്ട് എന്ത് റൂൾസ് ആണോ നമ്മൾ എന്ത് റൂൾസ് ബിലീവ് ചെയ്താലാണോ നമുക്ക് നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിയിലോട്ട് എത്താൻ പറ്റുന്നത്, ആ റൂൾസ് ആണ് നമ്മൾ നമ്മുടെ മൈൻഡിൽ ആ റൂൾസ് നമ്മൾ ഗ്രോ ചെയ്യണം. ആ റൂൾസ് ആണ് നമ്മൾ നമ്മുടെ മൈൻഡിൽ വളർത്തേണ്ടത്. റൂൾ നമ്പർ 4, ദ യൂണിവേഴ്സ് ഡസന്റ് കെയർ വെദർ യു ആർ എ ഗുഡ് പേഴ്സൺ ഓർ നോട്ട്. അതായത് നിങ്ങളൊരു നല്ല വ്യക്തിയാണോ അതോ ഒരു മോശം വ്യക്തിയാണോ എന്ന് യൂണിവേഴ്സിന് അറിയേണ്ട ആവശ്യമില്ല. ആകെ ഇവിടെ മാറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രീക്വൻസിയാണ്. നമുക്കറിയാം ചില വ്യക്തികൾ അവർ ചിലപ്പോൾ ഒരു നല്ല മനുഷ്യൻ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ പാബ്ലോ എസ്കോബാർ, നമുക്കറിയാം പുള്ളി ഒരു ഡ്രഗ് ഡീലർ ആയിരുന്നു. പുള്ളി ചെയ്ത വർക്ക് അത്ര എന്താ പറയുക എത്തിക്കലല്ല, ഇതെല്ലാം അറിയാം. എന്നാൽ പുള്ളി ഭയങ്കര ഒരു മൾട്ടി മില്യനയർ ആയിരുന്നു. അതിനർത്ഥം എന്തുകൊണ്ടാണ് പുള്ളി അത്രയും റിച്ച് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ ഫ്രീക്വൻസി അത്രയും സ്ട്രോങ് ആണ്, പുള്ളിയുടെ ഇമോഷണൽ കൺവിക്ഷൻ അത്രയും സ്ട്രോങ് ആണ്. പുള്ളിക്ക് അറിയാം പുള്ളി ചെയ്യുന്നത് സക്സീഡ് ചെയ്യും, പുള്ളി അവിടെ എത്തിയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് പുള്ളി ആ ഒരു ലെവലിലേക്ക് എത്തിയത്. പക്ഷേ ഞങ്ങൾ ലിറ്ററലി ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു മോശം വ്യക്തിത്വത്തിന് ഉടമയാകണമെന്നല്ല, നിങ്ങൾ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫ്രീക്വൻസി സ്ട്രോങ്ങർ ആക്കണം. നിങ്ങളുടെ ഇമോഷണൽ കൺവിക്ഷൻ അത്രയും സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു അത് അച്ചീവ് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കണം. ഇതുമായി ബേസ് ചെയ്ത് ഒരു ഫേമസ് കോട്ട് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഫൂളിഷ് പീപ്പിൾ ആർ ഫുൾ ഓഫ് കോൺഫിഡൻസ് ആൻഡ് ബ്രില്യൻറ്റ് പീപ്പിൾ ആർ ഫുൾ ഓഫ് ഡൗട്ട്സ്. അതായത് നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്മളിൽ ഒരു ബിലീഫ് ഉണ്ടെങ്കിൽ നമ്മളവിടെ എത്തിയിരിക്കും. നിങ്ങളെ കൊണ്ട് അത് പറ്റും, നിങ്ങളത് നേടിയെടുത്തിരിക്കും. റൂൾ നമ്പർ 5, യൂണിവേഴ്സ് വോണ്ട് ഗിവ് യു വാട്ട് യു നീഡ്. നീഡിനെസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിന് കൊടുക്കുന്ന സിഗ്നൽ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ആണ്. നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ, നമ്മളും നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിയും തമ്മിൽ നമ്മളൊരു ഗ്യാപ്പ് ഫോം ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മളൊരു എസ്കലേറ്ററിൽ കൂടെ നടന്നു പോവാണ്. ആ എസ്കലേറ്റർ നമ്മൾ ടോപ്പ് ഫ്ലോറിലോട്ട് കൊണ്ടുപോകും. പക്ഷെ നമ്മൾ ആ എസ്കലേറ്ററിൽ കൂടെ നടന്നു പോകുന്ന ആ ടൈമിൽ നമ്മളെ ഒരാൾ ബാക്കിൽ നിന്ന് വിളിച്ച് നമ്മളപ്പോ തിരിഞ്ഞ് അയാളെ കാണാൻ പോയി എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ആ ഒരു സ്ഥലത്ത് തന്നെ അവിടെ സ്റ്റക്കായി. നമ്മുടെ ഡിസൈർഡ് ഏരിയ എന്ന് പറയുന്നത് ആ എസ്കലേറ്റർ ആയിരുന്നു. പക്ഷെ ആ എസ്കലേറ്റർ നമ്മൾ മിസ്സാക്കി. നമ്മൾ ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ വീണ്ടും സ്റ്റക്കായി നിൽക്കുവാണ്. ഇതാണ് നീഡിനെസ് ചെയ്യുന്നത്. നമുക്ക് തോന്നും നമ്മൾ ആ ഒരു റിയാലിറ്റിയിലോട്ട് എത്തുവാണെന്ന്, പക്ഷെ ആ ഒരു നമ്മൾ അതിന്റെ അടുത്ത് എത്തിയ പോലെ തോന്നും. പക്ഷെ നമ്മൾ ഇങ്ങനെ ദൂരോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് അതിനനുസരിച്ചുള്ള സർക്കംസ്റ്റൻസസ് വരും. നമുക്ക് ഓരോ ദിവസവും ഓരോ എഫേർട്ട് നമ്മൾ ഇടുമ്പോഴും നമ്മൾ നോക്കാം, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഞാൻ ഇത് അച്ചീവ് ചെയ്യും, ഇപ്പൊ ഞാൻ നേടിയെടുക്കും, ഞാൻ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ഇടാം, ഇപ്പൊ ഞാൻ നേടിയെടുക്കും. ഡെസ്പിറേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം ഡെസ്പിറേറ്റ് ആവുന്നോ നമ്മൾ അതിൽ നിന്ന് ദൂരോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്? ഞാനൊരു എക്സാമ്പിൾ പറയാം. വൺ ഓഫ് ദ വേൾഡിലെ മോസ്റ്റ് പോപ്പുലർ യൂട്യൂബർ ആണ് മിസ്റ്റർ ബീസ്റ്റ്. അദ്ദേഹത്തിന് എത്രയോ മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ ഇന്റർവ്യൂർ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്തതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മൈൻഡിൽ അദ്ദേഹം ഓൾറെഡി ആ ഒരു റിയാലിറ്റിയെ കണ്ടു കഴിഞ്ഞു. അദ്ദേഹം ആ ഒരു ഇമോഷൻസ് ഫുൾ ഓൾറെഡി ഫീൽ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം ഒരു പോയിന്റിൽ എത്തി ഒന്നും ഫീൽ ചെയ്യാത്തത്. പുള്ളി ആ ഒരു റിയാലിറ്റി അങ്ങ് ഗ്യാരണ്ടിയോടെ എടുത്തു. അത് എന്റേതാണ്, ആ ഒരു വിശ്വാസം പുള്ളി കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ പുള്ളി നേടിയെടുത്തു. ഇത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ഈ 5 റൂൾസ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റി കോൺകർ ചെയ്യാൻ പറ്റിയിരിക്കും.